എല്ലാവരും ഭയങ്കര ഈഗറായിട്ട് ഗിവ് അവേ വിന്നേഴ്സ് ആരാന്നറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും നമുക്ക് ആരാ നോക്കാം. ഹലോ, അപ്പോൾ റിസൾട്ട് പറയുന്നതിന് മുന്നേ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ചാനലിൽ ഞാൻ എന്തായാലും സ്കിൻ കെയർ പ്രോഡക്ട്സിൻ്റെ റിവ്യൂ ഒന്നും ചെയ്യില്ല ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ജെന്വിനായിട്ടൊരു പ്രോഡക്റ്റ് വന്നത് ഇതായിരുന്നു. ഹോൾഡെക്സ് എന്ന് പറഞ്ഞിട്ടൊരു പീരിയഡ് അണ്ടർവെയറിൻ്റെ ഒരു ബ്രാൻഡാണ്. അപ്പം അവർ എൻജിനീയറിങ് ഗ്രാജുവേറ്റ്സ് ആണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചിലവർക്കൊക്കെ ഈ മെൻസ്ട്രൽ കപ്പൊക്കെ യൂസ് ചെയ്യാൻ ഒരുപാട് പേർക്ക് ഒരു പേടിയൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഈ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ഉള്ളവർക്കൊക്കെ ഇപ്പോൾ ഡെയിലി ഇങ്ങനെ ഇപ്പോൾ മാസക്കണക്കിനൊക്കെ ചെറിയ സ്പോട്ടിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പാഡൊക്കെ യൂസ് ചെയ്യുന്നത് നമുക്ക് മുതലാവില്ല. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിലൊക്കെ ഇത് എന്തായാലും യൂസ് ചെയ്യാം. പിന്നെ അത്യാവശ്യം മീഡിയം ടു ഹെവി ബ്ലീഡിങ് ഉള്ളവർക്കും ചെയ്യാം. എനിക്ക് മീഡിയം ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഞാൻ 2 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു 4 ലെയറിൽ 2 ലെയർ അവർ യൂസ് ചെയ്തിരിക്കുന്നത് മൊഡാൽ എന്ന് പറഞ്ഞിട്ടാണ്. അതൊരു സെമി സിന്തറ്റിക് മെറ്റീരിയലാണ്, പ്ലാൻ ബേസ്ഡ് ആണ്. അപ്പോൾ അതിൽ തന്നെ ഒരു ലെൻസിങ് മൊഡാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രീമിയം മെറ്റീരിയലാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റയോണൊക്കെ പോലെ തന്നെ അതിൻ്റെ ഒരു പ്രീമിയം വെറൈറ്റിയാണ്. അപ്പോൾ ഇപ്പോൾ റയോണൊക്കെ ആകുമ്പോഴത്തേക്കും എന്താ പ്രശ്നം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്യുമ്പോഴത്തേക്കും ഈ സംഭവം ഡ്യൂറബിൾ അല്ല, അതിൻ്റെ ഷേപ്പ് റീറ്റെയിൻ ചെയ്യില്ല, ഷേപ്പൊക്കെ മാറും. പക്ഷേ ഈ ലെൻസിങ് മോഡൽ എന്ന് പറയുന്നത് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആയതുകൊണ്ട് അതിൻ്റെ ഷേപ്പ് അത് റീറ്റെയിൻ ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ ബ്ലീഡിങ്ങിൻ്റെ ഒരു ഫ്ലോ അനുസരിച്ചിട്ട് 2 times ഒക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതൊരു 2 years ഒക്കെ വരെ ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യമുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. സൈസ് ചാർട്ടും കാര്യങ്ങളൊക്കെ അവരുടെ വെബ്സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏകദേശം എനിക്ക് കറക്റ്റ് സൈസായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. പ്രോഡക്റ്റ് ഓർഡേഴ്സ് അവർ വാട്സപ്പിൽ കൂടെ മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഓർഡർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വിന്നർ മീനു ആണ്. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിന്നേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുള്ളത് വിന്നേഴ്സ് ജനറേറ്റർ എന്ന് പറഞ്ഞിട്ട് ഗിവ് അവേ വിന്നർ ജനറേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ ലിങ്ക് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ റാൻഡമായിട്ട് ഓരോ പേരുകൾ സജസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ദേവൂട്ടി രാജ്. പിന്നെ അടുത്ത വിന്നർ എന്ന് പറഞ്ഞത് ആരാണ്? 4ാമത്തെ ആതിര പ്രതാപ്. പിന്നെ ലാസ്റ്റത്തെ ഭാഗ്യശാലി എന്ന് പറയുന്നത് ഫൈറു. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. അപ്പോൾ കൂടുതൽ ഗിവ് അവേയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം.